ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള മഞ്ചേരി അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ജൂനിയർ ക്ലർക്ക് തസ്തികയിലെ എക്സാം അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുവിധം നന്നായിട്ട് പഠിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിരുന്നു അത്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ, ചില സബ്ജക്റ്റിലെ ചില ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ അല്പമെങ്കിലും ഒന്ന് കടുപ്പിച്ചത്. ബാക്കി ഒട്ടുമിക്ക എല്ലാ ചോദ്യങ്ങളും തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഭാഗം നമുക്കറിയാം, ആദ്യത്തെ 10 മാർക്ക് എവിടെ നിന്നാണ്? ഇംഗ്ലീഷിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ത്രസ്റ്റ്, അല്ലേ? ത്രസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ത്രസ്റ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും എന്ത് തന്നെയാണ്? ത്രസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ത്രസ്റ്റിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ത്രസ്റ്റ് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്, അല്ലെ? താഴെ ഒരു 4 സെന്റൻസ് തന്നിട്ടുണ്ട് നമുക്ക്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിച്ചെങ്കിൽ പോലും നമ്മൾ നിരന്തരം കോപ്പറേറ്റീവ് ലോയിലൊക്കെ പഠിക്കുന്നത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ പറയാൻ പറ്റും. ഇതിൻ്റെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്, അല്ലേ? പേ ദ ഫൈൻ ഓർ ദ പ്രൈസ് ഓഫ് ദ ബുക്ക് for ₹500 whichever is less, അല്ലെ? whichever is less ആണ് നമ്മൾ പറയുന്നത്. ലീസ്റ്റ് എന്നോ ലോവർ എന്നോ ലോ എന്നൊന്നും പറയില്ല, ലെസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്ത് തന്നെയാണ്? ഓപ്ഷൻ എ ആണ് സെക്കൻഡ് വണ്ണിൻ്റെയും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് തേർഡ് വൺ നോക്കാം. എന്താ തേർഡ് വൺ എന്താണ്? പിക്ക് ഔട്ട് ദ കറക്റ്റ് സെൻറ്റൻസ് ഇൻ ദ പാസീവ് വോയിസ്. ഇതിലും എന്ത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് സെൻറ്റൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് പാസീവ് വോയിസിൽ കറക്റ്റ് സെൻറ്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഇംഗ്ലീഷ് ഈസ് നോട്ട് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ. ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസറായി വരുന്നത്. ഏതാണത്? ഇംഗ്ലീഷ് ഈസ് നോട്ട് വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇതാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് വൺ നോക്കാം. എന്താണ്? എക്സ്പാൻഡ് ദ അബ്രിവിയേറ്റഡ് വേർഡ് EMA. വീണ്ടും നോക്കിക്കേ, ഇംഗ്ലീഷിൻ്റെ പാർട്ടിലാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ പോലും ബാങ്കിങ്ങിൽ പലതവണ നമ്മൾ ക്ലാസ്സിലായാലും നമ്മുടെ മാരത്തോൺ ലൈവ്സിലായാലും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അതെന്താണ്? EMA എന്ന് പറയുന്ന വാക്കിൻ്റെ അബ്രിവിയേഷൻ. പക്ഷെ ഇപ്പോൾ അതെവിടെയാണ് ചോദിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷിലാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് EMAയുടെ ഫുൾ ഫോം? ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്, അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത്. എന്താണ്? ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ് EMA എന്ന് പറയുന്ന വാക്കിൻ്റെ അബ്രിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഈസ് അൺഗ്രാമാറ്റിക്കൽ. അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ അൺഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള സെൻറ്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വി ഹാവ് സീൻ ദ ഫിലിം ലാസ്റ്റ് വീക്ക്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ്ത് വൺ എന്താണ്? ഫൈൻഡ് ഔട്ട് ദ മിസ്പെൽറ്റ് വേർഡ്. ഇത് നമുക്ക് കുറച്ച് എന്താണ് ഒന്ന് നമ്മളെ കൺഫ്യൂസിങ് ആക്കിയിരിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം എന്താണ്? എല്ലാ വേർഡ്സും നമുക്ക് കുറച്ചൊന്ന് ഒരു പുതുമയുള്ള വേർഡ്സ് ആണ്. നമ്മൾ നോർമലി കേൾക്കാറുള്ള വാക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വാക്കുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, സ്ട്രെനസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ. ഇവിടെ മിസ്പെൽറ്റ് ആയിട്ടുള്ള വേർഡ് എന്താണ്? സ്ട്രെനസ് ആണ് മിസ്പെൽറ്റ് ആയിട്ടുള്ള വാക്കെന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത 7th ക്വസ്റ്റ്യൻ നോക്കാം. എന്താ? ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. കറക്റ്റ് പ്രിപ്പോസിഷൻ കൊടുക്കാനാണ്. എന്താണ് സെൻറ്റൻസ്? ഐ ലീവ് ഡാഷ് കൻറ്റോൺമെൻറ്റ് ഡാഷ് ദ ക്യാപിറ്റൽ സിറ്റി. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഐ ലീവ് അറ്റ് കൻറ്റോൺമെൻറ്റ് ഇൻ ദ ക്യാപിറ്റൽ സിറ്റി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 8th വൺ നോക്കാം. എന്താ 8th വൺ? കമ്പൈൻ ദ ഫോളോയിങ് 2 സെൻറ്റൻസ് into one using 2 അപ്പോൾ എന്താണ്? കമ്പൈൻ ചെയ്ത് 2 സെൻറ്റൻസിനെ 2 വെച്ച് കമ്പൈൻ ചെയ്യുന്ന സെൻറ്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഷീ ഈസ് ടു സാഡ് ടു സ്പീക്ക് എ വേർഡ്. അതാണ് 2 വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ളതിൽ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത്. അതാണ്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 9th വൺ എന്താ ചോദിച്ചേക്കുന്ന, സ്പോട്ട് ദ ഗ്രാമാറ്റിക്കൽ ഇൻകറക്റ്റ് പാർട്ട് ഇൻ ദ സെന്റൻസ് ബിലോ. താഴെ തന്നിട്ടുള്ളതിൽ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബാക്ക് ടു ദ ബാങ്ക്. ബാക്ക് ടു ദ ബാങ്ക് ആണ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് ഡസ് ദ ഫ്രേസൽ വെർബ് ടു കോൾ അപ്പോൺ? അല്ലെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ഫ്രേസൽ വെർബ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതേ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ടു കോൾ അപ്പോൺ? ടു കോൾ അപ്പോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു അപ്പീൽ എന്നാണ് മീനിങ്. ഓപ്ഷൻ സി, ടു അപ്പീൽ എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഒരു 1-2 ചോദ്യം മാത്രമാണ് നമ്മൾ അല്പമെങ്കിലും ഒന്ന് കടുപ്പിച്ചത്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും എന്താണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലേ, നമ്മുടെ ബാങ്കിങ് പാർട്ടായിക്കോട്ടെ, നമ്മുടെ ലോയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരം സെൻറ്റൻസ് എന്താണ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇംഗ്ലീഷിനെ സംബന്ധിച്ച്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ജി കെ പാർട്ട് നോക്കാം. അതിലും എന്താണ് 10 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജി കെയിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. നോക്കാം. 11th ക്വസ്റ്റ്യൻ എന്താ? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് എ ഡെവലപ്പിംഗ് എക്കോണമി? ഒരു ഡെവലപ്പിംഗ് എക്കോണമിയെ സംബന്ധിച്ച് അതിൻ്റെ ഫീച്ചർ അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഏതാണ് ആൻസർ വരുന്ന? ഹൈപ്പർ ക്യാപിറ്റ ഇൻകം. അതാണ് നമ്മുടെ ആൻസറായി വരുന്നത്. ഓക്കെ, അടുത്ത 12th വൺ നോക്കാം. 12th വൺ എന്താ? The symbol of Indian rupee was designed by. വീണ്ടും ക്വസ്റ്റ്യൻ, അല്ലെ, ജി കെ പാർട്ടിലാണെങ്കിൽ കൂടി നമ്മൾ ബാങ്കിങ്ങിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു എന്താണ് ദേവനഗരി ലാംഗ്വേജിൽ നിന്നാണ് ഇത് വന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഡിസൈൻ ചെയ്തത് ആരാണ്? ഡി ഉദയകുമാർ. അല്ലേ, നമ്മൾ ജി കെയിൽ എന്ത് തന്നെ നമുക്ക് തെറ്റിയാലും ഒരു കോർപ്പറേഷൻ പഠിക്കുന്ന, അല്ലെ, കോർപ്പറേഷനിൽ ബാങ്കിങ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും തെറ്റില്ല. ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി, എന്താണ്? ഡി ഉദയകുമാർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? വൈൽ സ്വിമ്മിങ് ദ സ്വിമ്മർ pushes the water backwards. The water pushes the swimmer forward with the same force. Which Newton's law of motion works here? അല്ലെ, കുഞ്ഞു ക്ലാസ്സിൽ മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ മുതലേ പഠിക്കുന്നത്? എവരി ആക്ഷൻ there is an equivalent and opposite reaction. അല്ലെ, എല്ലാ ആക്ഷൻസിനും ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടായിരിക്കും. അത് നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? അത് നമ്മൾ പഠിക്കുന്നത് ന്യൂട്ടൻ്റെ 3rd ലോ ഓഫ് മോഷനിലാണ് അത് പഠിക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഏർലി ജാനുവരി 2026 എ ഹെഡ് ഓഫ് നേഷൻ ഹാസ് ബീൻ abducted by the US military forces and kept him in exile. Who was he? ഇതിൻ്റെ ഉത്തരം എന്താണ്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, നിക്കോളാസ് മാഡ്രോ ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, 15th വൺ നോക്കാം. അടുത്ത എന്താ? റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? Pacific Ocean is the biggest and deepest of all oceans in the world. അല്ലേ, വേൾഡിൽ വെച്ച് നോക്കുന്നെങ്കിൽ പസഫിക് ഓഷ്യൻ ആണ് ഏറ്റവും ബിഗ്ഗസ്റ്റും ഏറ്റവും ഡീപ്പസ്റ്റുമായി. അതെന്താണ്? ഒരു കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അല്ലേ, അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ സെക്കൻഡ് വൺ നമുക്ക് നോക്കാം. എന്താ? ഇന്ത്യൻ ഓഷ്യൻ ഈസ് ഡീപ്പർ ദാൻ ദ അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യനേക്കാളും ഡീപ്പറാണ് ഇന്ത്യൻ ഓഷ്യൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്താണ്? അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്താണ്? ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. 1 alone ഈസ് കറക്റ്റ്. അല്ലേ, എന്താണ്? ഒന്ന് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമുക്കിവിടെ കിട്ടുന്ന ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഒന്ന് മാത്രമാണ് എന്തെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16th വൺ നോക്കാം. എന്താ? ദ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ദെയർ ഫസ്റ്റ് ഫാക്ടറി അറ്റ്. അല്ലേ, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഫസ്റ്റ് ഫാക്ടറി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? അത് മസൂലി പട്ടണം. അല്ലേ, ഓപ്ഷൻ എ, മസൂലി പട്ടണത്തിലാണ് ആദ്യത്തെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫസ്റ്റ് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, 17th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫ്രേസ് ചന്ദ്രശേഖർ ലിമിറ്റ് ഈസ് റിലേറ്റഡ് ടു. അല്ലെ, ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്ന ഫ്രേസ് എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്? അത് ഓപ്ഷൻ എ ആണ്, മാസ് ഓഫ് സ്റ്റാർസ്. ഓക്കെ,
ഓപ്ഷൻ എ മാസ് ഓഫ് സ്റ്റാർസിനെയാണ് എന്ത് പറയുന്ന ചന്ദ്രശേഖർ ലിമിറ്റ് കൊണ്ട് ആ ഫ്രേസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത 18th ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഫോർ സ്റ്റേറ്റ് പോളിസി ആർ enumerated in part 4 of the Constitution of India from article. എന്താ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 36 to 51 ആണ് കറക്റ്റ് ആയിട്ടുള്ള അല്ലെ. ആർട്ടിക്കിൾ 36 to 51 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത 19th വൺ നോക്കാം. ദ ഇ ഗവർണൻസ് പ്രോഗ്രാം ഓഫ് കേരള ഈസ് ഡാഷ്. കേരളത്തിൻ്റെ ഇ ഗവർണൻസ് പ്രോഗ്രാം ഏതാണ്? അത് ഓപ്ഷൻ ബി ഫ്രണ്ട്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് നോക്കാം. Among the following, which agency is entitled to conduct enquiry on the corruption charges against a member of parliament? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ലോക്പാൽ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ലോക്പാൽ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം നമ്മളെ സംബന്ധിച്ച് എന്താണ് ജി കെയിലും നമുക്ക് വേറെ സബ്ജക്ട് റിലേറ്റഡ് അല്ലേ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. ഒരുവിധം എഴുതാൻ പറ്റുന്ന നന്നായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാക്സിമം ഒരു 7 മുതൽ 7നും 10നും ഇടയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന എന്തായിരുന്നു ഒരു പാർട്ടായിരുന്നു ജി കെയിൽ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം മാത്സ് എങ്ങനെയാണെന്ന്. മാത്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ സ്കൂൾ ഫുട്ബോൾ ടീം won 2 matches and lost 10. The fraction of its matches won is correctly expressed as. അല്ല, എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സ്കൂളിലെ ഒരു ഫുട്ബോൾ ടീമിൽ 2 ഗെയിംസ് വിൻ ചെയ്തു, 10 ഗെയിംസ് ലോസ്റ്റ് ആയി എങ്കിൽ നമ്മൾ ആ വിൻ ചെയ്തതിനെ കറക്റ്റായിട്ട് സൂചിപ്പിക്കുന്ന ഫ്രാക്ഷൻ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എന്താണ് ചെറിയ ഒരു അശ്രദ്ധ കാരണം ഇത് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. കാരണം എന്താണ്, നമ്മളെപ്പോഴും ഒരു കാര്യം ഫ്രാക്ഷനിൽ പറയുമ്പോൾ അവിടെ ടോട്ടൽ എത്ര സംഭവിച്ചു അത് ഡിനോമിനേറ്ററിൽ കൊടുക്കുക, അതിൽ ഏത് സിറ്റുവേഷനിൽ എത്ര വന്നു അത് ന്യൂമറേറ്ററിൽ കൊടുക്കുക. അപ്പം നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന വിൻ ചെയ്ത എത്രയെന്നാണ്. സോ വിൻ ചെയ്തെന്ന് നമുക്കറിയാം. എത്രയാണ് വിൻ ചെയ്തത്? 2 ഗെയിംസിലാണ് വിൻ ചെയ്തത്. അപ്പോൾ വിൻ ചെയ്തതിൻ്റെ ഫ്രാക്ഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ അത് നമ്മൾ ന്യൂമറേറ്ററിൽ 2 കൊടുത്തു. ഇനി ഡിനോമിനേറ്ററിൽ വരുമ്പോൾ എന്താ കൊടുക്കേണ്ട? ടോട്ടൽ എത്ര മാച്ചസ് ഉണ്ട് അത് വേണം ഡിനോമിനേറ്ററിൽ സൂചിപ്പിക്കാൻ. ഇവിടെ ടോട്ടൽ എത്ര മാച്ചസ് ആണുള്ളത്? വിൻ ചെയ്ത 2 എണ്ണവും ലോസ് ആയ 10 എണ്ണവും ചേർത്ത് 12 മാച്ചസ്. സോ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ എന്താണ്? 2/12 ആണ്. എപ്പോഴും ഒരു ഫ്രാക്ഷൻ നമ്പർ തന്നിരുന്നാൽ അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പം 2ലും 12ലും കോമൺ ആയിട്ട് ആരുണ്ട്? 2 എന്ന് പറയുന്ന അല്ലേ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും 2നെയും 12നെയും. സോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 1/6 ആണ്. സോ ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ എ 1/6 ആണ്. ഇവിടെ നോക്കിക്കേ 1/5ഉം കിടപ്പുണ്ട്. കാരണം എന്താണ്? നമ്മൾ ചിലപ്പോൾ 2/10 എന്ന് എഴുതാനുള്ള ടെൻഡൻസി നമുക്ക് വരും. പക്ഷെ അതൊരിക്കലും എന്താവില്ല, കറക്റ്റ് ഫ്രാക്ഷൻ ആവില്ല. ഇനി തിരിച്ച് ചോദിക്കട്ടെ, ഇപ്പം ലോസ് ആയത് എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ എഴുതും? അങ്ങനെയാണെങ്കിൽ അത് 10/12 ആണ് വരുന്നത്. നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/6 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ചോദ്യം? 50 students at a farewell party shake hands with each and every other students. How many handshakes will there be? ഓക്കെ, നമ്മൾ ഫസ്റ്റ് പോർഷൻസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒത്തിരി നമ്മൾ ലൈവ് സെക്ഷൻസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഷേക്ക് ഹാൻഡിൻ്റെ കണക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു ഹോൾ നമ്പറിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്ന അതേ ഫോർമുല വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇവിടെയും യൂസ് ചെയ്യാൻ. എന്താണ് നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ n into n minus 1 the whole divided by 2. ഇതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്ന. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പേഴ്സൺസ് അല്ലേ. ഇവിടെ എത്ര പേരാണ്? 50 പേരാണ് അല്ലേ. ഇനി അപ്പോൾ ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ്? n എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 into n minus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 49. the whole divided by 2. ഒത്തിരി തവണ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ 50യെ 49 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിൽക്കരുത്. 2നെയും 50യും എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ വെച്ച് തന്നെ ക്യാൻസൽ ചെയ്യുക. അവിടെ എന്ത് കിട്ടും നമുക്ക്? 25 എന്ന് കിട്ടും. സോ 25 into 49 ചെയ്യുക. 25 into 49 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഉത്തരം എഴുതാം കേട്ടോ. നോക്കിക്കേ നിങ്ങൾ
25ഉം 49ഉം. അപ്പോൾ ലാസ്റ്റ് 5 × 9, 5 × 9 നമുക്കറിയാം 45 ആണ്. അപ്പോൾ ഓഡ് വണ്ണിൻ്റെ പ്ലേസിൽ എന്തായാലും എന്തേ വരത്തുള്ളൂ, 5 വരുള്ളൂ. 9 × 5 എന്താണ്, 45 ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ലാസ്റ്റ് വരുന്നത് എന്തായിരിക്കും, 5 അല്ലെ. വൺസിൻ്റെ പ്ലേസിൽ വരുന്ന നമ്പർ എല്ലായ്പ്പോഴും ഇതിൽ 5 ആയിരിക്കും. പക്ഷേ നിങ്ങൾ നോക്കിക്കേ, എ ഒഴികെ ബാക്കി 3 ഓപ്ഷൻസിലും വൺസിൻ്റെ പ്ലേസിൽ ആരാണ്, 0 ആണ്. സോ നമുക്ക് 25 × 49 മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നമുക്കിവിടെ ഉത്തരം പറയാൻ പറ്റും. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ആരാണ്, അത് ഓപ്ഷൻ എ ആണ്. 1225 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ചോദ്യം? സുരേഷ് ഹാസ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ഓഫ് ലാൻഡ് വിത്ത് 50 feet long and 20 feet wide. He wishes to erect fencing around the plot. The fence will be of stone for one long side, wire net for the other 3 sides. Stone costs ₹10 a feet and wire net costs ₹5 a foot. How much will be fence cost? ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന, അതായത് ഒരാൾക്ക് ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ട് ഉണ്ട്. നമുക്കറിയാം റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ എത്ര സൈഡ് കാണും, 4 സൈഡാണ് കാണുന്നത്. ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓരോ പെയർ സൈഡ്സും എന്തായിരിക്കും, ഓരോ പെയർ സൈഡ്സ് ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ, സപ്പോസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ, ഒരു റെക്റ്റാങ്കുലർ പ്ലോട്ട്. ഓക്കെ, ഇതിലെന്താ പറഞ്ഞേക്കുന്നത്, ഏതൊക്കെ ലോങ് സൈഡ് വന്നിട്ട് 50 feet ആണ് ലോങ് സൈഡ് വന്നിട്ട് വരുന്നത്. ഇനി ഷോർട്ട് സൈഡ് വരുന്നത് എത്രയാണ്, അത് 20 feet ആണ്. അപ്പോൾ ഈ സൈഡ് 50 feet ആണെന്നുണ്ടെങ്കിൽ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളതും എന്ത് തന്നെയാണ്, 50 തന്നെയാണ്. ഈ 20യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡും എത്രയാണ്, 20 തന്നെയാണ്. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇതിന് ചുറ്റുമാണ് അയാൾ ഫെൻസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ലോങ് ആയിട്ടുള്ള ഒരു സൈഡിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, സ്റ്റോൺ കൊണ്ട് ഫെൻസ് ചെയ്യുന്നുള്ളൂ. അപ്പം ലോങ് ആയിട്ടുള്ള ഒരു സൈഡ് എന്ന് പറയുമ്പോൾ അത് 50 feet ആണ് വരുന്നത്. ഒരു ഫീറ്റിന് എത്ര രൂപ, 10 രൂപ. അപ്പം 50 feetന് എത്ര രൂപയായിരിക്കും, 500 രൂപ. നമുക്ക് ഈസി ആയിട്ട് എഴുതിക്കൂടെ? ഓക്കെ, ഇനി അടുത്ത അവശേഷിക്കുന്ന 3 സൈഡ്സും എന്താണ് ചെയ്യാൻ പോകുന്ന, നെറ്റിലാണ് ഫെൻസ് ചെയ്യാൻ പോകുന്ന. അപ്പോൾ 20യുടെ 2 സൈഡ്സും അതുപോലെ തന്നെ ഇനി എത്രയാണ്, 50യുടെ ഒരു സൈഡും ആണുള്ളത്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്, 90 feet ആണ് അല്ലേ. 90 feet ആണ്. ഒരു ഫീറ്റിന് എത്ര രൂപ, 5 രൂപ. അപ്പം 90 feetന് എത്ര രൂപയാവും, നമുക്കറിയാം 90 × 5 ചെയ്യുക. 90 × 5 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്, 450 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റോൺ കൊണ്ട് ചെയ്തപ്പോൾ ഉള്ള ചിലവ് 500 രൂപ. ഇനി നെറ്റ് കൊണ്ട് ഫെൻസ് ചെയ്യുമ്പോൾ ഉള്ള ചിലവ് എത്ര രൂപ, 450 രൂപ. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 950 രൂപ. അപ്പോൾ ഇവിടെ എന്താ ആൻസർ ആയിട്ട് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 950 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? ഇൻ എ സർട്ടൈൻ ഓർഡർ ദ പെയേഴ്സ് ഓഫ് ആൽഫബറ്റ്സ് ആർ റിട്ടൺ ആസ് ARST, ERST, then question mark ORST. Which of the following will come in the place of the question mark? ഇവിടെ എന്താ ചോദിച്ചേക്കുന്ന, അതായത് ഒരു ആൽഫബറ്റ് സീരീസ് തന്നിട്ടുണ്ട്. ആൽഫബറ്റ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ പ്ലേസിൽ വരുന്ന ആൽഫബറ്റ് സെറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം RST അല്ലെ, RST. ഈ 3 ലെറ്റേഴ്സും ആ 3 അല്ലെ 3 സെറ്റിലും ഈ 3 ലെറ്റേഴ്സും ഉണ്ട്. R ഉണ്ട്, S ഉണ്ട്, T ഉണ്ട്. ആദ്യമുള്ള ലെറ്റേഴ്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മാറുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഓൾറെഡി പറയാം ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടെയും എന്താണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ആറും എസും ടിയും ആയിരിക്കും. പിന്നെ ഇനി ഫസ്റ്റ് ലെറ്ററേ നമുക്ക് കണ്ടുപിടിക്കേണ്ടതുള്ളൂ. നോക്കിക്കേ, ആദ്യം എ ആയിരുന്നു, ദെൻ ഇ ഉണ്ട്, ദെൻ ഒ ഉണ്ട് അല്ലേ. ഈ എക്കും ഇക്കും ഒയ്ക്കും ഒക്കെ ഉള്ള പ്രത്യേകത എന്താണ്? നമ്മൾ കുഞ്ഞിലേ പഠിക്കുന്നതാണ്. അവയെല്ലാം എന്താണ്? വെവൽസ് ആണ്. സോ എ ഇ, ഇടയ്ക്ക് ഒരു വെവൽ മിസ്സിംഗ് ആണ്. ഏതാണത്? ഐ ആണത്. ഐ വന്നാൽ കറക്റ്റ് ആവും. എ ഇ ഐ, ദെൻ എന്താണ്? ഒ ആണ് വരുന്നത്. സോ ഇവിടെ ആര് വരും ഫസ്റ്റ് ആയിട്ട്? ഐ വരും. സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി IRST ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വളരെ ഈസി ആയിട്ടുള്ളൊരു സീരീസാണ്. അല്പം ശ്രദ്ധിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എയിൽ നിന്നും ഇയിലേക്കുള്ള ഡിഫറൻസ് എത്ര അങ്ങനെ നോക്കി നമ്മൾ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നമുക്കൊന്ന് പണി കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എയും ഇയും ഒയും കാണുമ്പോൾ തന്നെ നമുക്ക് എന്തായാലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം?
Look at these numbers 523. Look at these numbers 525, 632, 486, 523, 221. If 1 is subtracted from the last digit of each of the number, how many numbers thus formed will be divisible by 2? അല്ലെ, നമ്മൾ ഡിവിസിബിലിറ്റി റൂളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഡിവിസിബിലിറ്റി റൂൾ? 2ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ വൺസ് പ്ലേസിലുള്ള ഡിജിറ്റ് എന്ന് പറയുന്ന ഈവൺ നമ്പറോ സീറോയിലോ എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ്ലി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതെന്നല്ല ചോദിച്ചിരിക്കുന്ന, തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും 1 കുറച്ചാൽ കിട്ടുന്ന നമ്പറിൽ ഏതൊക്കെ നമ്പറിനെയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഓഡ് നമ്പറിൽ നിന്നും 1 കുറച്ചാൽ എപ്പോഴും കിട്ടുന്നത് എന്തായിരിക്കും? ഒരു ഇവൺ നമ്പർ ആയിരിക്കും. അങ്ങനെയുള്ള ഇവൺ നമ്പേഴ്സിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നിരിക്കുന്ന സെറ്റിൽ എത്ര ഓഡ് നമ്പർ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ പോരെ? അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ എന്തായാലും കിട്ടുന്ന നമ്പർ എന്ത് തന്നെയായിരിക്കും? ഇവൺ ആയിരിക്കും. അതിനെ 2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 525 എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. 632 ഓഡല്ല, ഇവൻ ആണ്. 486 എന്താണ്? ഇവൻ ആണ്. ദെൻ 523 എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. അതുപോലെ തന്നെ 221 എന്ന് പറഞ്ഞാലും എന്താണ്? ഓഡ് നമ്പറാണ്. അപ്പോൾ ഈ 3 നമ്പറിൽ നിന്നും 1 കുറച്ചാൽ കിട്ടുന്നത് ഇവൺ നമ്പർ ആയിരിക്കും. അതിനെ നമുക്ക് കംപ്ലീറ്റ്ലി എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ആൻസറായി വരുന്നത് എന്താണ്? ഓപ്ഷൻ A3 ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, in a college 100 students joined for BTech course. 19% of them appeared for final exam. 2/3 of the students who took final exams have passed. How many students passed the exam? വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം അല്ലേ പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം, ഷോർട്ട് കട്ട് മെത്തേഡിലൊക്കെ ചെയ്യാം എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്ന, ഒരു കോളേജിൽ 100 കുട്ടികളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ടോട്ടൽ സ്റ്റുഡൻസിന് എപ്പോഴും എന്തായിട്ട് കൺസിഡർ ചെയ്യുക? 100% ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇവിടെ 100% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കുട്ടികളല്ലേ കോളേജിലുള്ളത്. അപ്പോൾ 100 തന്നെയാണ്. ഇനി എത്ര പേരാ ആ എക്സാമിന് അപ്പിയർ ചെയ്തത്? 90% അല്ലേ. 100% 100 ആണെന്നുണ്ടെങ്കിൽ 90% എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 90 ആയിരിക്കും. അതായത് 90 സ്റ്റുഡൻസ് എന്ത് ചെയ്തു? എക്സാമിന് അപ്പിയർ ചെയ്തു. ഇനി ഇവരുടെ എത്ര ആൾക്കാരെ ഇവരിൽ നിന്നും പാസ്സായത്? ഫൈനൽ എക്സാമിന് പാസ്സായവരുടെ എണ്ണം എന്ന് പറയണേ ഈ അറ്റൻഡ് ചെയ്തവരുടെ 2/3 അതല്ലേ. അറ്റൻഡ് ചെയ്തവരുടെ 2/3 എന്ന് പറഞ്ഞാൽ 90യുടെ 2/3, 2/3 അല്ലേ. 90യുടെ 2/3. ഇതിൽ നമുക്ക് 3യും 90യും ക്യാൻസൽ ചെയ്യാലോ. അതായത് 9ൽ എന്തുണ്ട്? 3 ഉണ്ട്. സോ നമുക്ക് എന്തെന്ന് കിട്ടും? 30 കിട്ടും. സോ 30 × 2 എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. അപ്പോൾ ആ എക്സാമിന് പാസ്സായവരുടെ എണ്ണം എത്രയാണ്? 60 ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ A 60 ആണ് ആൻസറായിട്ട് വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സപ്പോസ് വെള്ളനാട് പഞ്ചായത്ത് ഹാസ് എ പോപ്പുലേഷൻ ഓഫ് 15,000 which is decreasing at a rate of 200 per year. Arvikara Panchayat has a population of 12,000 which is increasing at a rate of 100 per year. In how many years will the population of 2 panchayat be equal? ഇവിടെ എന്തെന്നാ ചോദിച്ചിരിക്കുന്ന? രണ്ട് പഞ്ചായത്തുകളുണ്ട്. 2 പഞ്ചായത്തുകൾക്കും പ്രത്യേകതയുണ്ട്. എന്താ പറയുന്നത്? ഈ വെള്ളനാട് പഞ്ചായത്തിലാണെങ്കിൽ 15,000 നിലവിലെ പോപ്പുലേഷൻ. അവിടെ ഓരോ വർഷം തോറും 200 പേരുടെ എണ്ണം എന്തായി വരുന്നുണ്ട്? ഡിക്രീസ് ആയി വരുന്നുണ്ട്. എന്നാൽ അരുവിക്കര പഞ്ചായത്തിലെ പോപ്പുലേഷനോ നിലവിൽ അത് 12,000 ആണ്. ഓരോ വർഷം കൂടുമ്പോഴും എത്ര വീതം കൂടിക്കൂടി വരുന്നു? 100 വീതം കൂടിക്കൂടി വരുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് വർഷം, എത്ര വർഷം കഴിയുമ്പോഴാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും എന്താവുന്നത്? നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആകുന്നത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് എക്സും വൈയും ഒക്കെ വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഓപ്ഷൻസ് വെച്ചിട്ട് ഇതിനെന്താണ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, 15 വർഷം ആകുമ്പോൾ 200 വെച്ച് കുറയുകയാണെങ്കിൽ എത്ര കുറയും ടോട്ടൽ? നമുക്കറിയാം 3000 കുറയും അല്ലേ. ഇനി 15 വർഷത്തിൽ 100 വെച്ച് കൂടുകയാണെങ്കിൽ എത്ര കൂടും? 1500 കൂടും.
അല്ലേ? നോക്കിക്കേ, 15,000വും 12,000വും. അവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3,000 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 15,000വും 12,000വും. 15,000-ൻ്റെ കൂടെ 3,000 കൂട്ടിയാൽ നമുക്ക് 18ഉം 12,000-ൻ്റെ കൂടെ 1,500 കൂട്ടിയാൽ 13,500 കിട്ടുന്ന. അപ്പോൾ എന്തായാലും ഓപ്ഷൻ എ വരില്ല എന്ന് മനസ്സിലായി. ഇനി ഓപ്ഷൻ ബി നോക്കിക്കേ, 12 വർഷം. 12 വർഷമാകുമ്പോൾ എത്രയൊക്കെ വരും? 2,400 വരും. അതുപോലെ എന്താണ് ഇൻക്രീസ് ആവുന്നവരുടെ എണ്ണം എത്രയും വരും? അത് 1,200 വരും. 15,000-ന്ന് 2,400 കുറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 12,600 കൂടുമ്പോൾ ഇവിടെ എത്ര വരും? 13,200 വരും. അപ്പോൾ എന്തായാലും ഓപ്ഷൻ ബിയും വരത്തില്ല. അടുത്ത് നോക്കിക്കേ, ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി നോക്കാം. 13 13 ആവുമ്പോൾ 200 വെച്ചാണെങ്കിൽ 2,600 കുറയും. ഇനി 100 വെച്ചിട്ടാണെങ്കിൽ എത്ര കൂടും? 1,300 കൂടും. 12,000-ൻ്റെ കൂടെ 1,300 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 13,300 കിട്ടും. ഇവിടെ 2,600 കുറഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 12,400 കിട്ടുന്നത്. അപ്പോൾ അതും എന്തായി വരില്ല നമുക്ക്? ഈക്വൽ ആയിട്ട് വരില്ല. നെക്സ്റ്റ് നോക്കാം, 10 വർഷം. 10 വർഷം വരുമ്പോൾ 200 കൂടുമ്പോൾ എത്രയാണ്? 2,000 അല്ലേ? 10 വർഷമാകുമ്പോൾ 200 കുറയുക എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ്? 2,000. ഇനി 100 വെച്ച് കൂടുക എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 10 വർഷമാകുമ്പോൾ 1,000. നോക്കിക്കേ, 15,000-ൽ നിന്നും 2,000 കുറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 13,000 കിട്ടും. ഇനി 12,000-ൽ നിന്നും 1,000 കൂടിയാൽ എത്ര കിട്ടും? അത് 13,000 കിട്ടും. ഇപ്പം നോക്കിക്കേ, പോപ്പുലേഷൻ ഒരുപോലെ ആയില്ലേ, കൂടിയതും കുറഞ്ഞതും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി, 10 years ആണ് നമുക്ക് ആൻസറായി കിട്ടുന്നത്. അല്ലാതെ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു എക്സും വൈയും വെച്ച് ചെയ്യാം. എന്താണ്? 15,000-ൽ നിന്നും 200 അല്ലേ? എക്സ് എന്ന് പറയുന്ന വർഷത്തിൽ നമുക്ക് എക്സും വൈയും ഉപയോഗിച്ച് ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇത് ചെയ്യാം. നമുക്ക് എന്തായാലും ജസ്റ്റ് ആ ഒരു മെത്തേഡും കൂടി നമുക്ക് അറിഞ്ഞിരിക്കാം. നോക്കിക്കേ, നമുക്ക് ആദ്യം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 15,000 ആയിരുന്നു. ഇനി ഈ 15,000-ൽ നിന്നും എത്ര കുറയണം? 200 വെച്ച് കുറയണം. അത് എത്ര വർഷമാണോ എന്ന് നമുക്കറിയോ? അറിയില്ല. സോ വർഷത്തിന് എക്സ് എന്ന് എടുത്തു, 200x. ഓക്കെ, ഇനി അടുത്ത പഞ്ചായത്തിലോ? അവിടെ 12,000 പോപ്പുലേഷൻ. അവിടെ എന്താണ് ചെയ്യുന്നത്? 100 വീതം കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ വർഷം എന്ന് പറയുന്നത് ഈക്വൽ ആണ്. സോ നമുക്ക് 100x എന്ന് കൊടുക്കാം. ഇനി എക്സിൻ്റെ വേരിയബിളിനെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക, അല്ലാതെ നമ്മുടെ എന്താണ് നമ്പേഴ്സിനെ എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഈ 200xും കൂടെ ഇപ്പുറത്തേക്ക് വരണം, 100xൻ്റെ. അപ്പോൾ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്ത് വരുമ്പോൾ നമുക്കറിയാം മൈനസ് മാറി അവിടെ എന്താവും? പ്ലസ് ആവും. അപ്പോൾ 200x + 100x ആവും. അപ്പോൾ എന്തെന്ന് എഴുതാം? നമുക്ക് 300x എന്ന് എഴുതാം. ഈസ് ഈക്വൽ ടു ഈ 12,000-നെ കൂടെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? 15,000 - 12,000 3,000 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എക്സിൻ്റെ ആൻസർ അല്ലേ നമുക്ക് വേണ്ടത്? എത്ര ഇയർ എന്നാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈക്വൽ ടു എന്താണ്? 3,000 ഡിവൈഡഡ് ബൈ 300 അല്ലേ? 3,000 ഡിവൈഡഡ് ബൈ 300 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 10 ആണെന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ ഒന്നിൻ്റെ ഓപ്ഷൻ വെച്ച് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ചോദ്യം? ലുക്ക് അറ്റ് ദ ഫോളോയിങ് അല്ലേ? ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ് ഫോളോഡ് ബൈ 4 ആൻസർ ചോയ്സ്. യു ഹാവ് ടു ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് നെസസറി പാർട്ട് ഓഫ് ദ അണ്ടർലൈൻഡ് വേർഡ്. ഇവിടെ തന്നിരിക്കുന്ന അണ്ടർലൈൻഡ് വേർഡ് ഏതാണ്? സ്കൂളാണ്. സ്കൂളിന് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നെസസറി ഏതാണ്? ബിൽഡിംഗ്, ടെക്സ്റ്റ് ബുക്ക്, സ്റ്റുഡൻസ്, സ്കൂൾ ബസ് അല്ലേ? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? അതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി, സ്റ്റുഡൻസ് ആണ് മോർ ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഒരു ബിൽഡിംഗ് ഇല്ലെങ്കിലോ, ഒരു ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിലോ, ഒരു സ്കൂൾ ബസ് ഇല്ലെങ്കിലോ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാൻ പറ്റും. ഒരു സ്കൂളിനെ സംബന്ധിച്ച് അവിടെ സ്റ്റുഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ബാസ്ക്കറ്റ് കണ്ടെയ്ൻസ് 4 oranges, 3 apples and 5 guavas. If a fruit is randomly taken out from the basket, what is the chance that the fruit is not an apple? അല്ലെ, ഇവിടെ 4 ഓറഞ്ച് ഉണ്ട്,
3 ആപ്പിൾ ഉണ്ട്, 5 ഗുവ ഉണ്ട് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ബോക്സിൽ നിന്നും റാൻഡമായിട്ട് ഒരു ഫ്രൂട്ട് പിക്ക് ചെയ്യാണ്. ആ ഫ്രൂട്ട് എന്താകാൻ പാടില്ല, ഒരു ആപ്പിൾ ആകാൻ പാടില്ല. അപ്പം ആരൊക്കെ ആകാം, ഒന്നെങ്കിൽ ഓറഞ്ച് ആവാം, അല്ലെങ്കിൽ എന്താവാം, ഗുവ ആവാം അല്ലേ. അപ്പം നോക്കിക്കേ, ഇവിടെ ഓറഞ്ചും ഗുവയും കൂടെ ടോട്ടൽ എത്ര നമ്പേഴ്സാണ് ഉള്ളത് അല്ലേ, 4 ഓറഞ്ചസും 5 ഗുവ അല്ലേ. എത്രയാണുള്ളത്, 9 ആണുള്ളത്. സോ നമുക്ക് ആപ്പിൾ ഒഴികെയുള്ള ബാക്കി ഫ്രൂട്ട്സിൻ്റെ എന്ത് എഴുതാം, എണ്ണം എഴുതാം, ദാറ്റ് ഈസ് 9. ഓക്കെ, ഇനി നോക്കിക്കേ ടോട്ടൽ അവിടെ എത്ര ഫ്രൂട്ട്സാണ് ഉള്ളത്. നമുക്കറിയാം ടോട്ടൽ എന്ന് പറയുമ്പോൾ അതിൽ ഓറഞ്ചും വരാം, ആപ്പിളും വരാം, ഗുവയും വരാം അല്ലേ. മൊത്തത്തിൽ നിന്നാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത്. അത് ആപ്പിൾ ആകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ഫ്രാക്ഷൻ ഫോമിൽ എഴുതുമ്പോൾ എപ്പോഴും ടോട്ടൽ നമ്പേഴ്സ് എഴുതണം. അപ്പോൾ ടോട്ടൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണ്, 12 ആണ്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ വരുന്ന ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ 9 ഡിവൈഡഡ് ബൈ 12 ആണ് വരുന്നത്. സപ്പോസ് ഇപ്പോൾ സിംപ്ലസ്റ്റ് ഫോം അല്ലേ, 9ലും 12ലും കോമൺ ആയിട്ട് 3 ഉണ്ട്. 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3/4. ഓപ്ഷനിൽ 3/4 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അത് എഴുതായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനത്തെ സിംപ്ലസ്റ്റ് ഫോമിലൊന്നും തന്നിട്ടില്ല. സോ നമുക്ക് ആൻസർ എന്ത് തന്നെ എഴുതാം, 9/12 തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ മാത്സിലെ ലാസ്റ്റ് വൺ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാമു ക്ലിയർലി റിമെമ്പർ ദാറ്റ് ജീവൻ ബിഗാൻ ടു ലീവ് അറ്റ് കൊല്ലം ആഫ്റ്റർ ജൂലൈ ബട്ട് ബിഫോർ ഡിസംബർ. രമേഷ് കറക്റ്റ്ലി റിമെമ്പർ ദാറ്റ് ജീവൻ ഡിഡ് നോട്ട് ലീവ് അറ്റ് കൊല്ലം ബിഫോർ ഒക്ടോബർ. Johnny clearly remembered that the month in which Jeevan started living in Kollam had 30 days. In which month did Jeevan really started living at Kollam? അല്ലെ, ജീവൻ എന്ന് പറയുന്ന ഒരാൾ കൊല്ലത്ത് താമസിക്കുന്നതിനെ പറ്റി 3 ആൾക്കാർക്കുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ പറഞ്ഞേക്കുന്ന. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ലാസ്റ്റ് പറയുന്നില്ലേ സ്റ്റേറ്റ്മെൻറ്റ്, എന്താ പറയുന്നത്, അയാളുടെ ഓർമ്മയിൽ 30 ഡേയ്സ് ഉള്ള ഒരു മാസത്തിലാണ് ജീവൻ എന്ത് ചെയ്തിരുന്നത്, കൊല്ലത്ത് താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നും പോവുക. ഇവിടെ നോക്കിക്കേ, ഓഗസ്റ്റ് നമുക്കറിയാം, ഓഗസ്റ്റിൽ എത്ര ദിവസമാണ്, 31 ദിവസമാണ്. സോ എന്ത് വരില്ല, ഓഗസ്റ്റ് വരില്ല. അടുത്ത് ഒക്ടോബർ നോക്കിക്കേ, ഒക്ടോബറിൽ എത്ര ദിവസമാണ്, നമുക്കറിയാം ഒക്ടോബറിൽ എത്രയാണ്, 31 ദിവസമാണ്. സോ ഒക്ടോബറും വരാൻ സാധ്യതയില്ല. പിന്നെ നവംബറിൽ നമുക്കറിയാം 30 ദിവസമാണ്, സെപ്റ്റംബറിലും എന്താണ് 30 ദിവസമാണ്. അപ്പോൾ ഇനി നമുക്ക് നവംബർ ആണോ സെപ്റ്റംബർ ആണോ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇനി ആദ്യത്തെ ആൾ എന്താ പറയുന്നത്, ജൂലൈക്ക് ശേഷമാണ്, ഡിസംബറിന് മുന്നേ ആണ്. അപ്പോൾ ജൂലൈക്ക് ശേഷവും ഡിസംബറിന് മുന്നേ ആവുമ്പോൾ നമുക്ക് നവംബറും വരാം സെപ്റ്റംബറും വരാം അല്ലേ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ആൾ പറയുന്നത് എന്താണ്, ഡിഡ് നോട്ട് ലീവ് അറ്റ് കൊല്ലം ബിഫോർ ഒക്ടോബർ. ഒക്ടോബറിന് മുമ്പല്ല അല്ലേ, ഒക്ടോബറിന് മുമ്പല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒക്ടോബറിന് മുന്നെയാണ് വരുന്നത്. സോ സെപ്റ്റംബർ അവിടെ വരാൻ എന്തില്ല, സാധ്യതയില്ല. പിന്നെ സാധ്യത എന്ന് പറയുന്ന ആരാണ്, നവംബർ ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ സി നവംബർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ചെറിയൊരു ലോജിക്ക് നമ്മൾ യൂസ് ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ മാത്സിൻ്റെ ഭാഗത്ത് മാത്സിനെ സംബന്ധിച്ച് ഒരുവിധം കാര്യങ്ങൾ അറിയാമെന്നുള്ള എല്ലാവർക്കും 10 അല്ലെങ്കിൽ 9 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന തരം ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മെയിൻ സബ്ജക്ട്സിലേക്കാണ്. അതിലാദ്യം നമുക്കറിയാം കോപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് എന്തായാലും കോപ്പറേഷൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഈസ് കിക്മ സിറ്റുവേറ്റഡ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കിക്മ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കിക്മ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം, കിക്മ സിറ്റുവേറ്റഡ് ഇൻ നെയ്യാർ ഡാം അല്ലേ. തിരുവനന്തപുരത്തെ നെയ്യാർ ഡാമിലാണ് എന്ത് സിറ്റുവേറ്റ് ചെയ്യുന്നത്, കിക്മ അല്ലേ, കിക്മ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് എ. കേരള സ്റ്റേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ. ഓപ്ഷൻ എ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. എന്താ 33ാമത്തെ ചോദ്യം, ഡാഷ് റോഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി. കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആരാണ് എഴുതിയത്. നമ്മൾ ഒത്തിരി തവണ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എന്താണ്, ഇയാൻ മാക്ഫേഴ്സൺ ആണ് വരേണ്ടത്. പക്ഷേ ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു ചോദ്യത്തിൽ. എന്തായാലും നമുക്കിവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, മാക്ഫേഴ്സൺ ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ഡിക്ലെയർഡ് ബൈ UN ജനറൽ അസംബ്ലി അല്ലേ. ഫസ്റ്റ് കോപ്പറേറ്റീവ്
ഫസ്റ്റ് കോപ്പറേറ്റീവ് ഇയർ ആയിട്ട് UN ജനറൽ അസംബ്ലി തിരഞ്ഞെടുത്ത വർഷം ഏതാണ്? അത് ഓപ്ഷൻ എ 2012 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ? ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എത്ര റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആണുള്ളത്? 3 എണ്ണമാണ് ഉള്ളത്. ട്രാവൻകൂർ, കൊച്ചി, മലബാർ ആണ്. അതിൽ മലബാർ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താണ്? അതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി കോഴിക്കോടാണ്. നമ്മൾ മലബാർ എന്ന് കാണുമ്പോൾ മലപ്പുറം എഴുതി വെക്കരുത്, കോഴിക്കോടാണ്. അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താ? ഡാഷ് സെക്ഷൻ ഓഫ് KCS ആക്ട് 1969 ഈസ് റിലേറ്റഡ് ടു ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. അല്ലേ, 57 ABCD ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയാം. എന്താണ് ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറഞ്ഞാൽ? അത് സെക്ഷൻ 57B പറയുന്നത്. 57Aയും Cയും Dയും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഫണ്ടിനെ പറ്റിയാണ് 57Aയിൽ പറയുന്നത്. Cയിൽ പറയുന്നത് എന്താണ്? കൺസോർഷ്യം ലെൻഡിങ് അല്ലേ, അതിനെ പറ്റിയാണ് Cയിൽ പറയുന്നത്. അതുപോലെ തന്നെ Dയിൽ പറയുന്നത് എന്താണ്? റിസ്ക് ഫണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അല്ലേ, 57 ABCD ഒക്കെ അറിയാമെന്നുള്ള ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? ഡാഷ് ഈസ് ദ ഫണ്ട് ക്രിയേറ്റഡ് ബൈ ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫോർ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അല്ലെ, KS കാർഡ് ബാങ്കിൽ ഡിബഞ്ചറിൻ്റെ റിഡംഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ട് ഏതാണ്? നമുക്കറിയാം അത് ഏത് ഫണ്ടാണ്? സിങ്കിങ് ഫണ്ട് അല്ലേ, ഓപ്ഷൻ എ സിങ്കിങ് ഫണ്ടാണ്. എന്തെന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ റിഡംഷൻ, അല്ലെങ്കിൽ നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്നൊക്കെ പറയും. സിങ്കിങ് ഫണ്ടാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് നമുക്കറിയാം NCDC ആക്ട് അല്ലെ, ലേറ്റസ്റ്റ് ആയിട്ട് കഴിയുന്ന എല്ലാ എക്സാംസിനും ഒന്നെങ്കിൽ NCDC വന്ന വർഷം അല്ലെങ്കിൽ NCDCയുടെ ആക്ട് വന്ന വർഷം, ഇതിങ്ങനെ മാറി 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 ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. NCDC വന്ന വർഷം എന്താണ്? അത് ഓപ്ഷൻ ബി 1962 ആണ്. NCDC വന്നത് എന്നാണ്? അത് 1963 ആണ്. നമ്മൾ പറഞ്ഞു 3 അല്ലെ 13 വരുന്ന 3ൻ്റെ ഒരു കളിയാണ് അതിൽ NCDC വന്ന വർഷത്തിൽ മൊത്തം. അത് വന്നത് 13/3/1963 പക്ഷേ NCDC ആക്ട് വന്നത് എന്നാണ്? 1962. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ന്യൂട്രിക്കോ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് വിർജിൻ കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ. ഒത്തിരി തവണ അല്ലേ, നമ്മൾ ഒത്തിരി തവണ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് ന്യൂട്രിക്കോ അല്ലേ. കോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് എവിടത്തെയാണ്? അത് റെപ്കോയുടെ അല്ലേ, റെപ്കോയുടെ വിർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ബ്രാൻഡ് നെയിമാണ് എന്തെന്ന് പറഞ്ഞാൽ? ന്യൂട്രിക്കോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഈസ് ദ റെക്കമെൻഡേഷൻ ഓഫ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ആരുടെയാണ്? റിവ്യൂ കമ്മിറ്റി അല്ലേ, റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഖുസ്രു കമ്മിറ്റി എന്നൊക്കെ പറയുന്ന കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ആണ് എന്തെന്ന് പറഞ്ഞാൽ എന്താണ്? റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്നത് റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ ഒന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് എന്താണത്? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് അല്ലെ, കോപ്പറേറ്റീവ്സ് തമ്മിലുള്ള പരസ്പര സഹായം, അതാണ് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് നോക്കിക്കേ. കേപ്പ് വാസ് രജിസ്റ്റേർഡ് ആസ് പെർ ഡാഷ് ആക്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കേപ്പ് രജിസ്റ്റർ ചെയ്തേക്കുന്ന ഏത് ആക്ട് പ്രകാരമാണ്? അത് ലിറ്ററസി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ അല്ലേ, ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് എന്ത് രജിസ്റ്റർ ചെയ്തേക്കുന്ന? കേപ്പ് രജിസ്റ്റർ ചെയ്തേക്കുന്ന. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസറായി വരുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ. ലീഡർഷിപ്പ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ്. ലീഡർഷിപ്പ് എന്ന് പറയുന്ന എന്തിൻ്റെ എലമെൻ്റ് ആണ്? നമുക്കറിയാം കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ഡയറക്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. NCCF വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. എന്താ NCCF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഇന്ത്യയിലെ അപ്പെക്സ് ലെവൽ കൺസ്യൂമറിൻ്റെ അപ്പെക്സ് ലെവൽ ഫെഡറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? NCCF എന്ന് പറയുന്നത്. NCCF വന്ന വർഷം ഏതാണ്? നിലവിൽ വന്ന വർഷം അത് ഓപ്ഷൻ ബി 1965. ഒന്നുകിൽ NCCFൻ്റെ വർഷം അല്ലെങ്കിൽ നാഫെഡിൻ്റെ വർഷം. ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം.
എന്താ അടുത്ത ചോദ്യം? ഭാരത് ജൈവ ഈസ് റിലേറ്റഡ് ടു, വീണ്ടും ഒരു എന്താണ് ഒരു പ്രൊഡ്യൂസാണ് ചോദിച്ചിരിക്കുന്നത്. ഭാരത് ജൈവ ആരുടേതാണ്? ഭാരത് ജൈവ എന്ന് പറയുന്നത് റബ്ബർ മാർക്കിൻ്റെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് പെരിയാർ മിക്സ്ചർ, ഭാരത് ജൈവ, ഇതൊക്കെ ആരുടേതാണ്? റബ്ബർ മാർക്കിൻ്റെ പ്രോഡക്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വളരെ ഈസി ആയിരുന്നു. കോർപ്പറേഷനിൽ നമുക്ക് 15 മാർക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു എല്ലാം. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് കോർപ്പറേറ്റീവ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 15 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ കൂടി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഓൾ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഷാൾ ബി റെഫേർഡ് ടു. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആർബിട്രേഷൻ പഠിക്കുമ്പോഴേ അല്ലേ, ഡിസ്പ്യൂട്ടിലൊക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. മോണിറ്ററി ഡിസ്പ്യൂട്ട്സും ഉണ്ട്, നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സും ഉണ്ട്. അതിൽ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? അത് ഓപ്ഷൻ ബി അല്ലേ, രജിസ്ട്രാർ ആണ് എന്താണ് മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന. ഇനി നോൺ മോണിറ്ററി ആണെങ്കിലോ അത് ആർബിട്രേഷൻ കോർട്ടാണ് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഓൾ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് കണക്റ്റഡ് വിത്ത് ഡിമാൻഡ് ലോൺ ഷാൾ ബി ഫയൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ്. നമുക്കറിയാം എല്ലാ മോണിറ്ററി ഡിസ്പ്യൂട്ട്സും ഫയൽ ചെയ്യേണ്ടത് 3 years ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. പക്ഷെ അതിൽ നമുക്ക് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വരുന്ന ഒരു സാധനം, ഇത് ലോൺ എടുത്ത അന്ന് മുതലാണോ അതോ ലോണിൻ്റെ പീരീഡ്, അതായത് റീപേയ്മെൻറ്റ് പീരീഡ് കഴിഞ്ഞിട്ടാണോ? ഇത് രണ്ടും മാത്രമേ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുള്ളൂ. എപ്പോഴും ആ 3 years നമ്മൾ കാലാവധി പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലോണിൻ്റെ റീപേയ്മെൻറ്റ് കാലാവധി കഴിഞ്ഞ ഡേറ്റ് മുതൽ 3 വർഷം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ എ. ഇവിടെ 3 years 2 പറയുന്നുണ്ട്. ഒന്ന് ലോൺ സാങ്ഷൻ ആക്കുമ്പോഴെന്നും പറയുന്നുണ്ട്, ഒന്ന് എന്ത് പറയുന്നുണ്ട്? റീപേയ്മെൻറ്റ്. അപ്പോൾ റീപേയ്മെൻറ്റ് കാലാവധി കഴിഞ്ഞിട്ട് 3 വർഷം, അതാണ് എന്തെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഷാൾ ബി അപ്പോയിൻറ്റഡ് ബൈ. നമുക്കറിയാം ഒരു കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? അത് ഓപ്ഷൻ ബി, ഗവൺമെൻറ് അല്ലേ. ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രിസൈഡിംഗ് ഓഫീസർ, ആർബിട്രേഷൻ കോർട്ടിൽ പ്രിസൈഡിംഗ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? ഇൻ ദ കേസ് ഓഫ് ആൻ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്, an order of winding up may be made by the registrar only with the previous sanction in writing off. ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് വൈൻഡപ്പ് ചെയ്യുന്നെങ്കിൽ അവിടെ രജിസ്ട്രാറിന് ആരുടെ പ്രീവിയസ് സാങ്ഷൻ വാങ്ങിയിരിക്കണം? RBIയുടെ അല്ലേ. നമുക്കറിയാം ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുമ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. അവയ്ക്ക് RBIയുടെ എന്ത് വേണം? പ്രീവിയസ് സാങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വൈൻഡിങ് അപ്പ് പ്രൊസീഡിങ്സ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? ആൻ ആപ്ലിക്കേഷൻ ഫോർ എക്സിക്യൂഷൻ ഓഫ് ആൻ അവാർഡ് ഷാൾ ബി മെയ്ഡ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് അവാർഡ്. അല്ലെ, ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവാർഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എത്ര വർഷത്തിനകമാണ്? എക്സിക്യൂട്ട് ചെയ്യേണ്ടത് 12 അല്ലെ, 12 വർഷത്തിനകമാണ്. ഇതൊക്കെ നമ്മൾ ഒത്തിരി തവണ പ്രീവിയസ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊരു എന്താണ് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു പുതുമയൊന്നും തോന്നുന്നില്ല. നമ്മൾ ഒത്തിരി കണ്ട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? ദ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ഇൻ ഫോം നമ്പർ 12 under section 76 of KCS Act will enable the decree holder to execute the decree through. അല്ലേ, എന്താ ഫോം നമ്പർ 12 സെക്ഷൻ 76 പറയുന്നതാണ്. എന്താണ് പറയുന്നത്? ഡിക്രി ഹോൾഡറിന് എന്താണ് സെക്ഷൻ 72 അനുസരിച്ച് ഫോം നമ്പർ 12 അല്ലെ ഒരു ഡിക്രി ഹോൾഡറിന് നമ്മൾ ഡിക്രി നടപ്പാക്കുന്നത് അത് ആര് വഴിയാണ്? അത് ഓപ്ഷൻ സി അല്ലെ, ഒരു സിവിൽ കോർട്ട് വഴിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഹൗ മെനി എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആർ ദെയർ ഇൻ ദ ബോർഡ് ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആയിട്ട് എത്ര പേരുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് എന്നൊക്കെ. എത്ര പേരാണുള്ളത്? 4 പേരാണ് എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? ദ രജിസ്ട്രാർ മേ ഓൺ ആൻ ആപ്ലിക്കേഷൻ ബൈ ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി or dash or the number of members required for quorum for the general body meeting, whichever is less, hold an inquiry under
സെക്ഷൻ 65 അല്ലെ. ഇൻക്വയറിയിൽ നമ്മൾ പറയുന്ന കോറം എന്താണ്? കോറം ഓപ്ഷൻ ഡി അല്ലെ, ബൈ നോട്ട് ലെസ് ദാൻ 1/3 ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 1/3 കുറയാത്തവർ അല്ലെ, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത് നോക്കാം. ദ എൻക്വയറി അണ്ടർ സെക്ഷൻ 65 ഷാൾ ബി കംപ്ലീറ്റഡ് വിത്തിൻ എ പീരീഡ് ഓഫ്. അമെൻമെൻറ്റ് വന്നിട്ടുള്ള ഭാഗമാണ്. സെക്ഷൻ 65 അനുസരിച്ച് എൻക്വയറി കംപ്ലീറ്റ് ചെയ്യേണ്ടത് എത്ര മാസമാണ്? ഇപ്പോൾ അമെൻമെൻ്റ് അനുസരിച്ച് 4 മാസം. നേരത്തെ അത് 6 മാസം ആയിരുന്നു. ഓപ്ഷനിൽ നോക്കിക്കേ, ഓപ്ഷൻ സിയിൽ 6 മന്ത്സും ഉണ്ട്. ശ്രദ്ധിച്ചെഴുതുക, ഇത് അമെൻമെൻറ്റ് വന്നതാണ്. എത്ര മാസമാണ് ഇൻക്വയറി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്? അത് 4 മാസമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? ദ രജിസ്ട്രാർ മേ ഓതറൈസ് ഡാഷ് ഫോർ ദ ഇൻസ്പെക്ഷൻ ഓഫ് അപ്പെക്സ് സെൻട്രൽ ആൻഡ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഓൾ അതർ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന ആർക്കാണ് ഇൻസ്പെക്ട് ചെയ്യാൻ? ഒന്നുകിൽ അപ്പെക്സോ സെൻട്രലോ ഫെഡറലോ സൊസൈറ്റികളിലൊക്കെ അല്ലെങ്കിൽ പ്രൈമറി സൊസൈറ്റിയിലൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന്. എനി ഓഫീസർ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, എനി ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ് അണ്ടർ ഹിസ് കൺട്രോൾ, എനി പോലീസ് ഓഫീസർ. എന്താ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ്, സ്പെഷ്യൽ ടീം ഓഫ് ഓഫീസേഴ്സ് അണ്ടർ ഹിസ് കൺട്രോൾ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. The report of inspection under section 66 shall be communicated to the society concerned within a period. അല്ലെ, സെക്ഷൻ 66ൻ്റെ ഇൻസ്പെക്ഷൻ്റെ റിപ്പോർട്ട് നമ്മൾ എത്ര ദിവസത്തിനുള്ളിലാണ് സൊസൈറ്റിക്ക് കൊടുക്കേണ്ടത്? അത് ഓപ്ഷൻ എ അല്ലെ, 30 ദിവസത്തിനുള്ളിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Every cooperative society shall submit dash returns on the credit activities duly certified by the chief executive. അല്ലെ, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും റിട്ടേൺസും അല്ലെ അവരുടെ ക്രെഡിറ്റ് ആക്ടിവിറ്റീസും ഒക്കെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ആണ് സർട്ടിഫൈ ചെയ്യുന്നത്. സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് ഏത് ബേസിസിലാണ്? മന്ത്ലി ആണോ, ബൈ മന്ത്ലി ആണോ, ക്വാർട്ടർലി ആണോ, ഹാഫ് ഇയർലി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ സി അല്ലെ, ക്വാർട്ടർലി ബേസിസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നോക്കിക്കേ. Where the money, property, interest, cost or compensation is not repaid or restored as per subsection 2 of 68. സെക്ഷൻ 68 നമുക്കറിയാം എന്താണ്? സെക്ഷൻ 68 സർചാർജ് അല്ലേ. അപ്പോൾ where the money, property, interest, cost or compensation is not repaid or restored as per subsection 2 of section 68 within dash, the registrar shall take urgent steps to recover such amounts. നമുക്കറിയാം സെക്ഷൻ 68 എന്ന് പറഞ്ഞാൽ എന്താണ്? സർചാർജ് ആണ്. അപ്പോൾ സർചാർജ് പ്രകാരം നമ്മൾ ആ കൊടുക്കേണ്ട പേയ്മെൻറ്റ് പ്രോപ്പർ ടൈമിൽ എന്താണെന്ന് വെച്ചാൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം അർജൻറ്റായിട്ട് അതിനെതിരെ നമുക്ക് ആക്ഷൻ എടുക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ പീരീഡ് ഓഫ് 60 days അല്ലേ. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ എ പീരീഡ് ഓഫ് 60 days ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ സെക്ഷൻ 68A ഷാൾ അല്ലെ, സെക്ഷൻ 68A പ്രകാരം രജിസ്ട്രാറിൻ്റെ പവർ അല്ലെ, ബി കൺഫേർഡ് ടു അഡീഷണൽ രജിസ്ട്രാർ, ടു കൺഫേർഡ് ടു അഡീഷണൽ രജിസ്ട്രാർ ഓർ ജോയിൻറ്റ് രജിസ്ട്രാർ, ബി കൺഫേർഡ് ടു അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആൻഡ് എബോവ്, നോട്ട് ബി കൺഫേർഡ് ടു എനി അതർ പേഴ്സൺ അല്ലെ. സെക്ഷൻ 68A പ്രകാരം ഒരു രജിസ്ട്രാറിൻ്റെ പവർ എന്ത് ചെയ്യാൻ പാടില്ല? നോട്ട് ബി കൺഫേർഡ് ടു എനി അതർ പേഴ്സൺസ്. മറ്റൊരു വ്യക്തിക്കും എന്ത് ചെയ്ത് കൊടുക്കാൻ പാടില്ല? കൺഫർ ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, ലോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷാൾ ബി ക്രെഡിറ്റഡ് ടു കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്? എന്താണ്? കോൺട്രിബ്യൂഷൻ ഫ്രം എംപ്ലോയീസ്, കോൺട്രിബ്യൂഷൻ ഫ്രം ബോറോവേഴ്സ്, കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ സൊസൈറ്റീസ്, കോൺട്രിബ്യൂഷൻ ബൈ കോപ്പറേറ്റേഴ്സ്. ഇതിന് ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ സി അല്ലെ, കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ സൊസൈറ്റീസ്. ഓക്കെ, അപ്പം ലോയിൽ നമുക്ക് എന്താണ് അത്ര ടഫ് എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊരു 13 അല്ലെ 12-13 റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന മാർക്ക് നേടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒഴിച്ചാൽ ബാക്കി എല്ലാം തന്നെ എന്താണ്? ഈസി ആയിട്ടുള്ള, നമ്മൾ പ്രീവിയസ് ആയിട്ട് ഒത്തിരി തവണ കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
അടുത്ത ചോദ്യം നോക്കിക്കേ. ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് എ കമ്പാരിസൺ ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഓഫ് P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് 2 or more periods. എന്താ ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? കവറേജ് റേഷ്യോസ് ആർ കാൽക്കുലേറ്റഡ് ഫ്രം ഇൻഫർമേഷൻ ഗ്യാതേർഡ് ഫ്രം, അല്ലെ? കവറേജ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, അല്ലെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ദ റേഷ്യോ ദാറ്റ് എനേബിൾസ് അണ്ടർസ്റ്റാൻഡിങ് ഹൗ ക്വിക്ക്ലി അസറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, അല്ലേ? നമ്മൾ എന്താണ് അസറ്റ്സിനെ പെട്ടെന്ന് തന്നെ എന്താക്കി മാറ്റാൻ പറ്റുന്ന ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏത് റേഷ്യോ വഴിയാണ് നമുക്കത് മനസ്സിലാകുന്നത്? കറണ്ട് റേഷ്യോ, ലിവറേജ് റേഷ്യോ, കവറേജ് റേഷ്യോ, ടേൺ ഓവർ റേഷ്യോ. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി, ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ദാറ്റ് അലൗസ് ആൻ ഇൻഡിവിജ്വൽ ടു കമ്മിറ്റ് ഫ്രോഡ് ഈസ് കോൾഡ്, അല്ലേ? ഇതിന്റെ ഉത്തരം എന്താ വരുന്നത്? ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, റാഷണലൈസേഷൻ ആണ് ആൻസർ ആയി വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ദ ഓഡിറ്റ് കണ്ടക്റ്റഡ് ആസ് പെർ ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂൾ ഈസ് ടേംഡ് ആസ്, അല്ലേ? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആൻഡ് റൂളുമായിട്ട് ബേസ് ചെയ്ത് നടത്തുന്ന നമ്മൾ ഓഡിറ്റിനെ പറയുന്ന പേരെന്താണ്? നിയമപരമായിട്ടുള്ള ഓഡിറ്റ് അഥവാ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എന്താ അടുത്ത ചോദ്യം? ദ റൂൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ഈസ് കൺസേൺഡ് വിത്ത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? 3 റൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഡെബിറ്റ്, അല്ലെ? വരുന്നതിനെ ഡെബിറ്റ് ചെയ്യുന്നതും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യുന്നതും നമ്മൾ ഏത് റൂൾ വെച്ചിട്ടാണ്? അത് റിയൽ അക്കൗണ്ടിൻ്റെ, അല്ലെ? ഓപ്ഷൻ ബി, റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡാഷ് മെത്തേഡ് റെക്കഗ്നൈസ് റവന്യൂസ് വെൻ ദേ ആർ ഏൺഡ് ആൻഡ് എക്സ്പെൻസസ് വെൻ ദേ ആർ ഇൻക്വയർഡ്. എന്താ ഇതിൻ്റെ ഉത്തരം വരുന്നത്? ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, അല്ലേ? എന്താണ് വരുന്നത്? അക്രൂവൽ അക്കൗണ്ടിങ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത്? ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് വിത്ത് എ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽ റിലേറ്റ്സ് ടു, അല്ലേ? എന്താണ്? പ്രോഫിറ്റിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ചും അതുപോലെ തന്നെ എന്താണ് സെയിൽസിൽ ഉണ്ടാകുന്ന പെർസെൻറ്റേജ് ചേഞ്ചും ഇതിനെ പറയുന്നത് എന്താണ്? ഇതിനെ പറയുന്നതാണ് ഓപ്ഷൻ സി, ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ അസറ്റ് ആൻഡ് ടോട്ടൽ ലയബിലിറ്റീസ്, അല്ലേ? ടോട്ടൽ അസറ്റിലും ടോട്ടൽ ലയബിലിറ്റിയിലുമുള്ള ഡിഫറൻസിനെ നമ്മൾ പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി, ഓണേഴ്സ് ഇക്വിറ്റി. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ പ്രൊസീജിയർ ഓഫ് റെക്കോർഡിംഗ് എ ട്രാൻസാക്ഷൻ ഈസ്, അല്ലെ? ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ജേർണലിലാണ്. റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ജേർണലൈസിങ്, അല്ലെ? ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏതാണ്? അത് ജേർണലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ഓഫൺ യൂസ്ഡ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ആസ് ആൻ ഇൻസ്ട്രുമെന്റ് ടു സെക്യൂർ പേയ്മെന്റ് ഫോർ ഗുഡ്സ് ഓർ സർവീസസ് ആക്ടിങ് ആസ് എ ലീഗൽ ഇൻസ്ട്രുമെന്റ്, അല്ലേ? നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് ഏതാണ്? ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? അത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഓപ്ഷൻ ബി, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ എമൗണ്ട് ദാറ്റ് ഈസ് പെയ്ഡ് ആസ് എ കൺസിഡറേഷൻ ഫോർ ദ യൂസ് ഓഫ് സ്പെഷ്യൽ റൈറ്റ് ഈസ് കോൾഡ്, അല്ലേ? നമ്മൾ ഒരു സ്പെഷ്യൽ റൈറ്റിന് വേണ്ടി കൊടുക്കുന്ന, അല്ലെ, പേ ചെയ്യുന്ന കൺസിഡറേഷന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി, റോയൽറ്റി, അല്ലെ? റോയൽറ്റി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? വൈൽ പ്രിപ്പയറിംഗ് ദ ട്രയൽ ബാലൻസ് ഇഫ് ദ ഡെബിറ്റ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട് എക്സീഡ്സ് ദ ക്രെഡിറ്റ് സൈഡ് ദെൻ ദ ഡിഫറൻസ് ഈസ് പുട്ട് ഓൺ ദ. എവിടെയാണ്? നോക്കിയ ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡ് എങ്ങനെയാണ് ഇരിക്കുന്നത്? എക്സീഡ് ചെയ്ത് ഇരിക്കുന്നു. ക്രെഡിറ്റ് സൈഡ് എന്തും ചെയ്യുന്നു? കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് എഴുതുന്നത് എവിടെയാണ്? ഓപ്ഷൻ ബി, അല്ലെ? ക്രെഡിറ്റ് സൈഡിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രിപ്പറേഷൻ ഓഫ് ദിസ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഈസ് ക്രൂഷ്യൽ ഇൻ ഡിറ്റക്ടിങ് മിസ്റ്റേക്സ്, പ്രിവെൻറ്റിംഗ് ഓവർ ഡ്രാഫ്റ്റ്സ് ആൻഡ് മെയിൻറ്റെയിനിങ് ഗുഡ് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്. നമുക്കറിയാം ഏതാണത്? ഓപ്ഷൻ സി, അല്ലെ? ബാങ്ക് റീകൺസിലേഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പൊട്ടൻഷ്യൽ ദാറ്റ് എ ബിസിനസ് മിസ്സസ് ഔട്ട് ഓൺ വെൻ ചൂസിങ് ഓൺ ഓൾട്ടർനേറ്റീവ് ഓവർ അനദർ. എന്താ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്? ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ.
ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. The difference between actual revenue and the break even point is called. അല്ലെ, ആക്ച്വൽ റവന്യൂവും ബ്രേക്ക് ഇവൻ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി. അല്ലെ, നമ്മൾ ലൈവിലൊക്കെ ഒത്തിരി തവണ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പറയുന്ന ഡിഫറൻസിനെ പറയുന്ന പേരെന്താണ്? അത് മാർജിൻ ഓഫ് സേഫ്റ്റി ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ദ പേയ്മെന്റ് ഓഫ് വേജസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വർക്കേഴ്സ് ഈസ് കോൾഡ്. അല്ലെ, നമ്മൾ വേജ് കൊടുക്കുന്ന, അല്ലെ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു അതിന് വർക്കേഴ്സിൻ്റെ എണ്ണം കൊണ്ട് കൊടുക്കുന്ന അതിനെ പറയുന്ന പേരെന്താണ്? നമ്മൾ പീസ് വേജസ്. അല്ലെ, നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. നമ്പർ ഓഫ് യൂണിറ്റ്സ് വന്നാൽ നമ്മൾ ഏത് രീതിയിലാണ് അവർക്ക് സാലറിയും കാര്യങ്ങളും വേജൊക്കെ കട്ട് ചെയ്യണേ. അല്ലെ, നമ്പർ ഓഫ് യൂണിറ്റ്സ് അനുസരിച്ച് വേജസ് കൊടുക്കുന്ന എവിടെയാണ്? അത് പീസ് വേജസിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബഡ്ജറ്റ് ഇൻ വിച്ച് പ്രീവിയസ് ഡേറ്റ ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അല്ലെ, ഒരു പ്രീവിയസ് ഡേറ്റ ഇല്ലാതെ നമ്മൾ എന്താണ് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റിന് പറയുന്ന പേരെന്താണ്? സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. അല്ലെ, എന്താണ് പറയുന്നത്? ഓപ്ഷൻ സി, സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് അക്കൗണ്ടിംഗ് ഹെൽപ്പ് ഫോർ ടേക്കിംഗ് എഫക്റ്റീവ് കൺട്രോൾ അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഫോർ ഓൾ ആക്ടിവിറ്റീസ്. അല്ലെ, മാനേജ്മെന്റും ആക്ടിവിറ്റീസും നമുക്കറിയാം എന്ത് അക്കൗണ്ടിങ് ആണ്? ഓപ്ഷൻ ഡി, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. അല്ലേ, ഓക്കെ, നമുക്കറിയാം വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നെക്സ്റ്റ് ലാസ്റ്റ് അക്കൗണ്ടൻസിയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ഈസ് എ ഡാഷ് ടെക്നിക്. എന്താണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്? ഏത് ടെക്നിക്കാണ്? അത് ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ ഒരു ടെക്നിക്കാണ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻസിയിലും എന്താണ് 2-3 ചോദ്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിലും വലിയ കോംപ്ലിക്കേഷനുള്ള ക്വസ്റ്റ്യൻസ്, അല്ലെ, ചെറിയ ബുദ്ധി പ്രയോഗിച്ചാൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കാം. ലാസ്റ്റ് 20 ക്വസ്റ്റ്യൻ നമുക്ക് ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് കൂടി നോക്കാം. എന്താ? ചാർജ് ക്രിയേറ്റഡ് ബൈ ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ടു സെക്യൂർ പേയ്മെൻറ്റ് ഓഫ് എ ഡെറ്റ് ഈസ് കോൾഡ്. അല്ലേ, ഒരു ഡെറ്റിന് വേണ്ടി നമ്മളൊരു ഗുഡ്സ് ബെയിൽമെൻറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേര് നമുക്കറിയാം. ഗുഡ്സ് ബെയിൽ ചെയ്താൽ അതിനെ പ്ലെഡ്ജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഓപ്ഷനിൽ എന്തില്ല? പ്ലെഡ്ജ് എന്ന് പറയുന്ന ഒരു വാക്കില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്ന ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി, നൺ ഓഫ് എബോ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഗുഡ്സിൻ്റെ ബെയിൽമെൻറ്റിനെ പറയുന്നത് പ്ലെഡ്ജ് എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഫോർ ദ പർപ്പസ് ഓഫ് ക്രിയേഷൻ ഓഫ് ഇക്വിറ്റബിൾ മോർട്ട്ഗേജ് ദ പ്ലേസ് ഫോർ ഡെപ്പോസിറ്റ് ഓഫ് ദ ടൈറ്റിൽ ഡീഡ് ഈസ് നോട്ടിഫൈഡ് ബൈ. ആരാണ് നോട്ടിഫൈ ചെയ്യുന്നത്? ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. അല്ലെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് അത് നോട്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി, ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? വൈ ബാങ്ക്സ് ഡു നോട്ട് ഗ്രാൻഡ് എ ലോൺ ടു എ മൈനർ. ഒരു മൈനറിന് എന്തുകൊണ്ടാണ് ബാങ്ക് ലോൺ കൊടുക്കാത്തത്? ഇവിടെ കുറച്ച് കണ്ടീഷൻസ് പറയും. ദേ കനോട്ട് സൈൻ ദ ഡോക്യുമെന്റ് കൺസിസ്റ്റൻ്റ്ലി സിൻസ് എ മൈനർ ഈസ് നോട്ട് കോമ്പീറ്റൻറ്റ് ടു കോൺട്രാക്ട്. നൺ ഓഫ് ദ എബോ. ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. എന്താണ്? ഒരു മൈനറുമായിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. അല്ലേ, ഒരു ലോൺ വരുമ്പോൾ അവിടെ ഒരു കോൺട്രാക്റ്റ് ഫോം ആവും. ആ കോൺട്രാക്റ്റിൽ ഒരിക്കലും ഒരു മൈനറിന് എന്താകാൻ പറ്റില്ല? കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഏർപ്പെടാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ആസ് പെർ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രിസർവേഷൻ ഓഫ് റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു ക്ലോസ്ഡ് അക്കൗണ്ട്സ് അപ് ടു. അല്ലെ, മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ഒരു ക്ലോസ് ചെയ്ത അക്കൗണ്ടിൻ്റെ നമ്മുടെ എന്താണ് അതിൻ്റെ ഒരു ക്ലോസ് ചെയ്ത ഒരു അക്കൗണ്ടിൻ്റെ റെക്കോർഡ്സ് നമ്മൾ എത്ര കാലം സൂക്ഷിക്കണം? അത് 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ദ അക്കൗണ്ട്. എപ്പോഴാണോ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് അന്ന് മുതൽ 5 വർഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ റെക്കോർഡ്സ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ മൊബൈൽ പേയ്മെൻറ്റ്സ് ഫോർ അണ്ടർ ദ ക്ലോക്ക് ഇൻസ്റ്റൻറ്റ് മണി ട്രാൻസ്ഫർ. ഇൻസ്റ്റൻറ്റ് മണി ട്രാൻസ്ഫർ, അല്ലേ, നമുക്കറിയാം ഇൻസ്റ്റൻ്റ് ആയിട്ട് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് ഏതാണ്? അത് IMPS ആണ്. ഓപ്ഷൻ സി, IMPS ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 14 ബാങ്ക്സ് വെയർ നാഷണലൈസ്ഡ് ഇൻ. നമുക്കറിയാം നാഷണലൈസേഷൻ 2 ഫേസുകളാണുള്ളത്. ഒന്ന് 1969-ലും ഒന്ന് 1980-ലുമാണുള്ളത്. അപ്പോൾ അതിൽ 14 ബാങ്കുകൾ നമ്മൾ നാഷണലൈസ് ചെയ്തത് എപ്പോഴാണ്? അത് ഫസ്റ്റ് ഫേസിലാണ്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1969 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം.
എന്താ അടുത്ത ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെന്റ് ഈസ് നോട്ട് കൺസിഡർഡ് ടു ബി ആൻ ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെന്റ് ഇൻ KYC? നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഒരു CSEBക്ക് ചോദിച്ച ചോദ്യമാണ്. നമ്മുടെ KYCയിൽ നമ്മുടെ വാലിഡ് അല്ലെ ഒഫീഷ്യലി വാലിഡ് ഡോക്യുമെൻ്റ് അല്ലാതെ കണക്കാക്കപ്പെടുന്നത് ഏതാണെന്ന്. അത് ഏതാണ്? നമ്മുടെ പാൻ കാർഡാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്. പാൻ കാർഡ് ഇഷ്യൂഡ് ബൈ ഇൻകം ടാക്സ് അതോറിറ്റി അതെന്തല്ല? KYCക്ക് ഒരു വാലിഡ് ഡോക്യുമെൻ്റ് അല്ല. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? ബാങ്കേഴ്സ് ലീൻ ഈസ് ആൻഡ് ഡാഷ് എഗ്രിമെന്റ് ഇംപ്ലൈഡ് പ്ലെഡ്ജ് ബെയിൽമെന്റ് ഓഫ് ഗുഡ്സ് നൺ ഓഫ് ദ എബോവ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാങ്കേഴ്സ് ലീൻ എന്ന് പറഞ്ഞ ഒരു ജനറൽ ലീനുമാണ്. അതെന്തുവാണ്? ഒരു ഇംപ്ലൈഡ് പ്ലെഡ്ജ് ആണ് അല്ലേ? ഓപ്ഷൻ ബി ഇംപ്ലൈഡ് പ്ലെഡ്ജ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദ റൈറ്റ് ഓഫ് സെറ്റ് ഓഫ് ഈസ് എ. സെറ്റ് ഓഫ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കൊക്കെയാണെന്ന്? കസ്റ്റമേഴ്സ് റൈറ്റ്, ബാങ്ക്സ് ഡിസ്ക്രിഷൻ, ബാങ്കേഴ്സ് റൈറ്റ്, റൈറ്റ് ഓഫ് ടാക്സ് അതോറിറ്റീസ് അല്ലേ? ഒരു എന്താണ് സെറ്റ് ഓഫ് ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറഞ്ഞാൽ ആർക്ക് മാത്രമേ ഉള്ളൂ? അതൊരു ബാങ്കറിന് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, ബാങ്കേഴ്സ് റൈറ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? സാൻസ് റീകോസ് മീൻസ്. എന്താണ് സാൻസ് റീകോസ്? എന്താണ് സാൻസ് റീകോസ്? നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. സാൻസ് റീകോസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ലയബിലിറ്റി ടു മീ അല്ലെ, എനിക്ക് യാതൊരു ബാധ്യതകളും ഇല്ല. അതാണ് സാൻസ് റീകോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉത്തരം എന്താണ്? അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്രോസിംഗ് ഇൻ എ ചെക്ക്. എന്താ ചെക്കിൽ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ? ഷുഡ് ബി ബിറ്റ്വീൻ 2 പാരലൽ ട്രാൻസ്വേഴ്സ് ലൈൻസ് ഓൺലി. അടുത്ത മസ്റ്റ് ബി ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്ക്, ക്യാൻ ബി ഓൺ ദ ഫേസ് ഓർ ബാക്ക് ഓഫ് ദ ചെക്ക്. ഇനി വരുന്ന ക്യാൻ ബി ഡൺ ഓൺ അലോഞ്ച്. എന്താ നമ്മൾ ക്രോസിംഗ് എന്ന് പറയുന്നത്? ക്രോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് ബി ഓൺ ദ ഫേസ് ഓഫ് ദ ചെക്ക് അല്ലെ, ചെക്കിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കുന്ന 2 ട്രാൻസ്വേഴ്സ് ലൈൻസ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൽ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? എ മൈനർ അറ്റൈൻസ് മെജോറിറ്റി ഓൺ കംപ്ലീഷൻ ഓഫ്. ഒരു മൈനറിന് മെജോറിറ്റി ആകുന്നത് 15 ഇയേഴ്സ്, 21 ഇയേഴ്സ്, 10 ഇയേഴ്സ്. ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഉത്തരം എന്താണ്? നൺ ഓഫ് ദ എബോവ് ആണ്. മൈനർ എപ്പോഴാണ് മേജറായിട്ട് കൺസിഡർ ചെയ്യുന്നത്? 18 ഇയേഴ്സിലാണ്. സോ അത് ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നൺ ഓഫ് ദ എബോവ് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ടു ബി വാലിഡ് ഫോർ. നമുക്കറിയാം ഡീഡ് അല്ലേ, നമ്മൾ ബാങ്കിൽ നിന്ന് വാങ്ങുന്ന DDയുടെയൊക്കെ കാലാവധി എത്ര മാസമാണ്? അത് ഓപ്ഷൻ സി 3 മാസമാണ് DDയുടെ കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. What is the primary purpose of the angular bleed line printed on the right and left edges of ന്യൂ മഹാത്മാ ഗാന്ധി സീരീസ് ബാങ്ക് നോട്ട്സ് അല്ലെ, ബാങ്ക് നോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണിത്. ഇതിൻ്റെ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ടു ഹെൽപ്പ് വിഷ്വലി ഇംപയർഡ് പേഴ്സൺസ് ഐഡൻറ്റിഫൈ ദ ഡിനോമിനേഷൻ. ആ ഡിനോമിനേഷൻ അല്ലേ, കാഴ്ചയില്ലാത്തവർക്ക് ആ ഡിനോമിനേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും എന്ത് തന്നേക്കുന്ന ആംഗുലർ ബ്ലീഡ് ലൈൻസ് പുതിയ നോട്ട്സിലൊക്കെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താ അടുത്ത ചോദ്യം? 95th ക്വസ്റ്റ്യൻ നോക്കിക്കേ. റുപേ കാർഡ് പേയ്മെൻറ്റ് നെറ്റ്വർക്ക് ഈസ് ഡെവലപ്ഡ് ബൈ. നമുക്കറിയാം റുപേ കാർഡ് ഡെവലപ്പ് ചെയ്ത ആരാണ്? NPCI ആണ്, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. NPCI ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? വാട്ട് ടൈപ്പ് ഓഫ് ATM ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ എ ബാങ്ക്സ് ബ്രാഞ്ച്. നമുക്കറിയാം ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിനകത്തുള്ള നമ്മൾ ATMസിന് എന്താ പറയുന്നത്? ഓൺ സൈറ്റ് ATM അല്ലെ. പുറമേ ഉള്ളതിനാണെങ്കിൽ നമ്മൾ എന്ത് പറയാം? ഓഫ് സൈറ്റ് ATM. ഇവിടെ ചോദിച്ചേക്കുന്ന ATM അല്ലെ, ബാങ്കിനകത്തുള്ള ലൊക്കേഷനകത്ത് വർക്ക് ചെയ്യുന്ന ATM ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏതാണ്? അത് ഓൺ സൈറ്റ് ATMs ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ബാങ്ക് ആൻഡ് കസ്റ്റമർ ഇൻ കേസ് ഓഫ് കളക്ഷൻ ഓഫ് ചെക്ക് അല്ലെ. ചെക്ക് കളക്ഷന് വിടുമ്പോൾ ബാങ്ക് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? നമ്മുടെ ഒരു അല്ലെ കസ്റ്റമറിൻ്റെ ഒരു ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബാങ്കർ കസ്റ്റമർ റിലേഷൻ ചെക്കിൻ്റെ കേസിൽ എന്ത് വരും? ഏജൻറ്റ് പ്രിൻസിപ്പിളാണ് വരുന്നത്. ഓക്കെ, അടുത്ത 98th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്ലാസിഫിക്കേഷൻ ഓഫ് NPA. NPAയുടെ ക്ലാസിഫിക്കേഷനിൽ വരാത്തത് ഏതാണ്? NPAയുടെ ക്ലാസിഫിക്കേഷനിൽ വരാത്ത ഏതാണ്? നമുക്കറിയാം സ്റ്റാൻഡേർഡ് അസെറ്റ് അല്ലേ. സ്റ്റാൻഡേർഡ് അസെറ്റിനെയാണ് NPA കാറ്റഗറിയിൽ ക്ലാസിഫിക്കേഷനിൽ വരാത്തത്.
സ്റ്റാൻഡേർഡ് അസറ്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താ അടുത്ത ചോദ്യം? വെൻ ആൻ അക്കൗണ്ട് റിമൈൻസ് ഔട്ട് ഓഫ് ഓർഡർ for 90 days, it is classified as NPA. This typically applies to, അല്ലേ, നമ്മൾ when an account remains out of orders for 90 days, it is classified as NPA. This typically applies to, ഏതിനാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നത്? ഓവർ ഡ്രാഫ്റ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ് അക്കൗണ്ട്സിനോ ആണ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ കണക്ഷൻ വിത്ത് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ്? അല്ലെ, ലോൺസിനും അഡ്വാൻസസിനെയും സംബന്ധിച്ച് കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്. ദ ബാങ്ക് ഹാസ് ലിബർട്ടി ടു പ്രൊവൈഡ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ടു എ ബോറോവർ. അല്ലെ, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കാനുള്ള ഇത് ആർക്കില്ല? ബാങ്കിനില്ല എന്നുള്ളതാണ് അവിടെ എന്താണ് കറക്റ്റ് അല്ലാതെ വന്നിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെ നല്ലൊരു എക്സാം ആയിരുന്നു. എന്താണ്, നല്ലോണം പഠിച്ച ഒരാളിനെ സംബന്ധിച്ച് എല്ലാ ക്വസ്റ്റ്യൻസും വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.